നേഴ്സിംഗ് ഓഫീസർ അനിത അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും എന്നുള്ളതാണ്. റിയാസിന് ആ സമയത്ത് അനിതയോട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് വിവരങ്ങൾ? പറയൂ. ഏത് വാർത്തയാണ് ആദ്യം നൽകുന്നത്? ഫിജി, എന്തായാലും ഇപ്പോൾ ഈ നഴ്സിംഗ് ഓഫീസറുടെ നിയമനവുമായി ബന്ധപ്പെട്ട്, അതായത് നഴ്സിംഗ് ഓഫീസർ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കേണ്ടി വന്നത് ഈ അതിജീവിതയ്ക്ക് അനുകൂലമായി നിന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിജീവിത ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം തത്സമയം ചേരുകയാണ്. ഇപ്പോൾ നഴ്സിംഗ് ഓഫീസർ അനിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. ഒപ്പം താങ്കൾക്ക് ഒപ്പം നിന്നു എന്നതിന്റെ പേരിലാണ് അവർ അനുഭവിക്കേണ്ടി വന്നത്. അതില് രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ വളരെയധികം ദുഃഖമുണ്ട്. എനിക്കൊപ്പം നിന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ദുഃഖമുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ വിജയത്തിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. സത്യം എന്നാലും വിജയിക്കുമെന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഞാനിപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സത്യം വിജയിച്ചു. ഈ ICU പീഡന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് പൂർണ്ണമായ നീതി ലഭിച്ചു എന്നിപ്പോഴും പറയാറായിട്ടില്ല. എന്തായി താങ്കളുടെ പരിശ്രമങ്ങൾ? അല്ല, കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പ്രതി ഇവിടെ വിലസി നടക്കുന്നു. അപ്പൊ അവർക്കൊക്കെ എന്ത് ശിക്ഷയാണുള്ളത്? നമ്മളെ തടഞ്ഞു നിർത്തി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിക്ടിമിനെ തടഞ്ഞു നിർത്തി മറ്റുള്ളവരെ ഇവിടെ വിലസിക്കോട്ടെ, അവര് ഒരു ഫ്രീ ആയിട്ട് നടന്നോട്ടെ എന്ന് പറയുന്നതിൽ ഒരു ന്യായവും ഇല്ലല്ലോ. പിന്നെ അത് ആരോഗ്യമന്ത്രി എപ്പോഴും പറയുന്നത് പോലെ അതിജീവിതക്കൊപ്പമാണെന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒരു സത്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ പല തവണ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വേറൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടല്ല, എന്റെ അവകാശങ്ങൾ ചോദിച്ചിട്ടാണ്. അപ്പോൾ അതിന് ഒരു മറുപടി തരേണ്ട കാര്യം അവർക്കുണ്ട്. ഡോക്ടർ പ്രീതിക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ട് കമ്മീഷൻ ഓഫീസിൽ വരെ ഞാൻ പരാതി കൊടുത്തു. അതിന് അന്വേഷണം കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് അന്വേഷണം കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ 1 വർഷമായിട്ട് പോലും അതിനെ റിപ്പോർട്ട് തരാൻ അവരാരും കൂട്ടാക്കുന്നില്ല. അപ്പം അതിലൊക്കെ നമുക്ക് എന്ത് നീതിയാണ് ലഭിച്ചത്? എനിക്കൊപ്പം ആരാണുള്ളത്? ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയായിട്ട് കൂടി ഒരു സ്ത്രീയുടെ വിഷയത്തിനൊപ്പം നിന്നില്ല എന്നൊരു ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കുണ്ടായ വേദനയ്ക്ക് എന്തെങ്കിലും ഒരു അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായമോ അല്ലെങ്കിൽ അവർ എനിക്കൊപ്പം ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കത് ബോധ്യമായിട്ടില്ല. താങ്കൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രധാനമായും നേരത്തെ ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോൾ ഉന്നയിച്ചിരുന്നത്? ഞാൻ ആ പ്രതി ഇവിടെ വരുന്നതിനെ പറ്റിയിട്ട്, പിന്നെ ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ അവിടെ പുരുഷ അറ്റൻഡറിനെ ഒഴിവാക്കാൻ വേണ്ടി, അതുപോലെ CCTV വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമുക്ക് സുരക്ഷയുള്ള ജനങ്ങൾക്ക്, എനിക്ക് എന്തായാലും സംഭവിച്ചു, ഇനി അത് ആർക്കും മാറ്റി എഴുതാൻ കഴിയില്ല. പക്ഷെ ഇനി മറ്റൊരു സ്ത്രീക്കും, എല്ലാവരും ഇവിടെ ആശ്രയിക്കുന്ന ആളുകളാണ്. പണമുള്ളവർ മാത്രമാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്. സാധാരണക്കാരെപ്പോഴും വരുന്നതാണ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിനെ ഒരിക്കലും അപകീർത്തിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കരുത്. അപ്പൊ അതിനുള്ള ഒരു സുരക്ഷ നൽകണം. അതുപോലെ ഡോക്ടർ AV പ്രീതി തികച്ചും ഒരു ന്യായമായ ഒരു മറുപടിയല്ല, റിപ്പോർട്ടല്ല നൽകിയത്. അവർ ചെയ്യേണ്ട ടെസ്റ്റുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ജോലി അവർ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അപ്പം അതിനൊരു പരാതി കൊടുത്തിട്ട് പോലും അത് അന്വേഷിക്കാനോ ഒന്നും അവര് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ സൂപ്രണ്ട്, HOD എന്നിവർക്കെതിരെ നടപടിയെടുക്കാൻ ഈ DME ഓഫീസിൽ നിന്ന് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അതിൽ പോലും ഒരു നടപടി എടുത്തില്ല. വെറും ഒരു അനിത സിസ്റ്ററിനെ മാത്രം അവരെ നോക്കി വെച്ച് അവരെ ദ്രോഹിക്കുന്നത് ഈ കേസ് എങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അനിത സിസ്റ്ററെ നോട്ടപ്പുള്ളിയാക്കുന്നുണ്ടെന്നൊരു ആരോപണമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് പറയാൻ കാരണം ഈ 3 നേഴ്സുമാരെയാണ് ഇവരിവിടുന്ന് സ്ഥലം മാറ്റിയത്. അതിൽ 2 പേര് ഇപ്പോഴും ഇവിടെ തുടരുന്നു. അപ്പോൾ അതിനർത്ഥം ഒരാളെ മാത്രം ഇവിടുന്ന് ഒഴിവാക്കിയാൽ മതിയല്ലോ. അപ്പൊ നമ്മുടെ യൂണിയന് കീഴിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് നിന്നിട്ടില്ലെങ്കിൽ ഇതാണ് ഇവിടുത്തെ അനുഭവം എന്നാണ് അവർ കാണിക്കുന്നത്. അതായത് ഈ സ്വാധീനമുള്ള ഒരാൾക്കെതിരെ എന്തും ചെയ്യാം, അയാൾക്കെതിരെ നിന്നാൽ ഇത്തരമൊരു ദുരനുഭവമായിരിക്കും ആർക്കും ഉണ്ടാകുക എന്നൊരു പാഠം ഇത് നൽകുന്നുണ്ട് എന്നുണ്ടോ? തീർച്ചയായും. ഞാൻ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിവിടെ അഡ്മിറ്റിന് വരുമ്പോൾ ഒരു യൂണിയൻകാരിയായിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയായാലും മകളായാലും ഇവിടെ NGO യൂണിയനാണ് ഭരിക്കുന്നതെങ്കിൽ ആ യൂണിയൻകാരിയായിട്ട് വരിക. അതാണ് ഇവിടെ നടക്കേണ്ടത്. ഇപ്പോഴും ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ ഇപ്പോഴും ഒരു യൂണിയന്റെ ആളായിട്ട് ഒരു ഇന്റർവ്യൂവിന് വരുമ്പോഴും അവർ ചോദിക്കുന്നത് ഇവിടുത്തെ യൂണിയൻ നേതാവ് എവിടെയെന്നാ. പരസ്യമായിട്ട് അവർ ചോദിക്കുമ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ എത്ര ഇവിടെ യൂണിയനാണോ ഭരിക്കുന്നത് അല്ലെ സർക്കാരാണോ ഭരിക്കുന്നത്, അത് അവർ തെളിയിച്ചു തരട്ടെ. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞ ആവശ്യങ്ങൾ, ഇപ്പോഴും ICUവിൽ പുരുഷ അറ്റൻഡർ തന്നെയാണോ ഉള്ളത്? CCTV സ്ഥാപിച്ച എന്തെങ്കിലും നടപടികളുണ്ടായോ? ഇതുവരെ നടപടി ഉണ്ടായത് കാരണം ഞാൻ CCTV ഫുട്ടേജ് ഇവിടുന്ന് ആവശ്യപ്പെട്ടിരുന്നു ശശീന്ദ്രൻ വരുന്നതിനെ പറ്റി. പക്ഷെ ഇവിടെ ലഭ്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനർത്ഥം ഇവിടെ ഒരു CCTV സ്ഥാപിച്ചിട്ടില്ല എന്നല്ലേ? അവരെ അത് തെളിയിച്ചു തരണ്ടേ?
പുരുഷ അറ്റൻഡർ ഇതുവരെ എൻ്റെ ഒരു നിഗമനത്തിൽ അങ്ങനെയാണ്, പുരുഷ അറ്റൻഡർ തന്നെ. അവിടെ സ്ത്രീകൾക്ക് ആരോഗ്യമില്ലെന്നാണ് അവർ പറയുന്നത്. മറ്റൊന്ന്, ഈ ശശീന്ദ്രൻ ഇപ്പോഴും യഥേഷ്ടം വരുന്നുണ്ട് എന്നൊരു ആരോപണം ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. ഞാൻ അതിന് ഇവിടെ പരാതി കൊടുത്തിരുന്നു, അതിന്റെ ഫുട്ടേജ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ അതൊന്നും അവർ നൽകിയിട്ടില്ല. ഇപ്പോഴും അയാൾ ഇവിടെ വിലസി നടക്കുന്നുണ്ട്, ഇവിടെയുള്ള സ്ത്രീകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. തീർച്ചയായും ഫിജി, അതായത് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് സിസ്റ്റർ അനിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടത് തനിക്കൊപ്പം നിന്നതിന്റെ പേരിലാണ് എന്നുള്ള കാര്യം തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, തനിക്ക് വേണ്ടി വാദിച്ചതിന്റെ പേരിൽ സിസ്റ്റർ അനിതയെ നോട്ടപ്പുള്ളിയാക്കി എന്നൊരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നു. കൂടാതെ ഇവർ ഉന്നയിച്ച, സർക്കാരിനോട് ആവശ്യപ്പെട്ട, ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ടപ്പോൾ ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇവർ നടപ്പാക്കിയില്ല, സർക്കാർ നടപ്പാക്കിയില്ല എന്ന് പറയുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ, CCTV ദൃശ്യങ്ങളുടെ കാര്യങ്ങൾ ഇവർക്ക് ലഭ്യമാക്കിയില്ല. ഒപ്പം തന്നെ CCTV സ്ഥാപിക്കാൻ തയ്യാറായില്ല. പുരുഷ അറ്റൻഡർ പാടില്ല എന്നൊരു കാര്യം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ അതിജീവിതയും വ്യക്തമാക്കുന്നു. എന്തായാലും നഴ്സ് PB അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറയുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഗൗരവകരമായ ഗുരുതരമായ ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നു. ഒരു സ്ത്രീക്ക് സംഭവിച്ച വിഷയമായിരുന്നിട്ട് കൂടി, ഒരു സ്ത്രീ പീഡനത്തിനിരയായിരുന്നിട്ട് കൂടി സ്ത്രീയായ ആരോഗ്യമന്ത്രി അതിനൊപ്പം നിന്നില്ല എന്നൊരു ഗൗരവകരമായ ഒരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നു. മാത്രമല്ല, ഒരു ഭരണാനുകൂല സംഘടനയിലെ ആളാണ് വേട്ടക്കാരനെങ്കിൽ അത്തരം ആളുകൾക്ക് എതിരെ നിൽക്കുന്ന ഇരയ്ക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളതെന്ന ഗൗരവകരമായ ഒരു ആരോപണം കൂടി അതിജീവിത കേരള വിഷൻ ന്യൂസിനോട് ഉന്നയിക്കുന്നുണ്ട് ഫിജി. ശരി റിയാസ്, PB അനിത ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അവർ ഒപ്പം അതിജീവിത റിയാസുമായി, ഞങ്ങളുടെ പ്രതിനിധി റിയാസുമായി തത്സമയം സംസാരിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്.